ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. റവ ദോശയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വറുത്ത റവയാണ് കേട്ടോ. അപ്പോൾ റവ നമ്മൾ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആവശ്യത്തിന് നമ്മൾ റവ എടുക്കണം. പിന്നെ നമ്മൾ ഉള്ളി എടുക്കുന്നുണ്ട്, കുറച്ച് ഉള്ളി എടുക്കാവൂ. അതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ജീരകം ചേർക്കുന്നുണ്ട്. ജീരകം പൊടിച്ച ജീരകമാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളല്ലാതെ ജീരകം ചേർത്താലും മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മാവ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ ഒരു പരുവാണ് കേട്ടോ വേണ്ടുന്നത്. ഒരുപാട് വെള്ളം കൂടിയോ ഒന്നും പോകരുത്. ഈ ഒരു പരുവത്തിൽ വേണം. ഒരു 10 മിനിറ്റ് നമ്മളിത് മാറ്റി വെക്കണം കേട്ടോ നമ്മുടെ മാവ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കാം. അപ്പോൾ നമ്മുടെ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഗോതമ്പ് ദോശയും മൈദദോശയും പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ റവ ദോശ. ഇനി കുറച്ചും കൂടി ഇഷ്ടം റവ ദോശയാണ്. ഇനി നമുക്കത് അടുത്തതും കൂടി നമുക്കതുപോലെ ഒന്ന് എടുക്കാം. ഇനി നമ്മളിത് അടുത്ത ദോശയും നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റവ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഉറപ്പായിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.